എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ മൂന്നാമത്തെ പാർട്ട് 2 ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്നേഹപ്രകടനം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചായ കുടിച്ചിട്ട് അവർ വർക്കിന് പോയിട്ടോ. പിന്നെ കുട്ട ഉച്ചയ്ക്ക് ശേഷം വന്നു. എന്നിട്ട് ഞങ്ങൾ മാറ്റിയാണ്ട് നേരെ ട്രക്കിങ്ങിന് പോയിട്ടാ. അങ്ങനെ ഞങ്ങൾ ഈ ജീപ്പിലാണ് പോയത്. 2500 രൂപയ്ക്ക് ഞങ്ങൾക്ക് 4 സ്പോട്ട് കാണിച്ചു തരാൻ പറഞ്ഞിട്ടോ. അങ്ങനെ ആദ്യത്തെ സ്പോട്ടിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാട്ടോ ഞങ്ങൾ ട്രക്കിങ്ങിന് പോണത്. ഞങ്ങളല്ല, കുട്ടൻ ആദ്യം പോയിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ ആദ്യമായിട്ടാട്ടോ വരുന്നത്. അപ്പോൾ അത് ആ സ്പോട്ടിലെത്തിയപ്പോൾ തന്നെ ഹൈക്കിങ് ഉണ്ട് കേട്ടോ. അവിടെ കപ്പിൾസിൻ്റെ കേട്ടോ. പക്ഷെ അത് നോക്കിയിരിക്കാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. ഞാൻ അതൊന്ന് കയറി ആ സ്പോട്ടിൽ തന്നെ തട്ടി പോകട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യത്തെ സ്ഥലം. നമ്മളവിടെ കുറേ നേരം നിന്നു, കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. പക്ഷേ ഈ വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ഇച്ചാപ്പന് പഴം മേടിച്ചു കൊടുത്തിട്ട് നേരെ ഇറങ്ങിട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത്തെ സ്പോട്ട്. പാലാണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ പേരെന്താന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. എന്തായാലും അപ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഓർമ്മയില്ല കേട്ടോ. എന്തായാലും പാലം കണ്ടപ്പോൾ തന്നെ അതിൽ കയറണോ കൺഫ്യൂഷൻ അടിച്ചിട്ട് ഞാനും തുമ്പി കുറേ നേരം അവിടെ നോക്കിന്നു കേട്ടോ. പിന്നെ എല്ലാവരും കയറുന്നുണ്ടപ്പോൾ അത് കയറി. എൻ്റെ പൊന്നോ, അടിപൊളി വൈബ് കേട്ടോ. താഴത്തേക്ക് നോക്കുമ്പോൾ മനസ്സൊന്നും കാണുന്നുണ്ടെങ്കിലും എന്തായാലും കാണാൻ അടിപൊളി കേട്ടോ. അവിടെ കുറേ സ്പെൻഡ് ചെയ്ത നൂഡിൽസൊക്കെ മേടിച്ചിട്ടോ. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ വീഡിയോൻ്റെ സമയപരിധി കാരണം നമുക്ക് കുറേ വീഡിയോസ് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും എന്തെങ്കിലും ഒരു ലോങ് വീഡിയോ ഞാൻ ഇടുന്നതാണ് കേട്ടോ. അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് നമ്മളെ പൊന്മുടി ഡാം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പൊന്മുടി ഡാമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ നമ്മൾ ഓർഡിനറി സിനിമയൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവില്ലേ. ഒരു കാലത്ത് അതെൻ്റെ ഫേവറേറ്റ് മൂവി ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തതെന്ന് ഞാൻ ഇപ്പോഴാണല്ല, അവിടെ എത്തിയപ്പോഴാണ് ഞാൻ അറിയണത്. നമ്മളെ കുട്ടൻ പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണത്. അങ്ങനെ ഞങ്ങൾ പൊന്മുടി ഡാമിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അതിസാഹസികമായി ഞങ്ങൾ താഴ്ത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ ഒരു എക്കോ പോയിന്റും കൂടിയാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ 7 ഇട്ടാൽ നമുക്ക് 4 ആയിട്ട് തിരിച്ച് കേൾക്കാട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കേടൊക്കെ കാട്ടിട്ടോ. കുറേ വീഡിയോസും കുറേ ഫോട്ടോസും ഒക്കെ എടുത്തുട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കുട്ടനും കുട്ടി നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടുത്തുള്ളൊരു ഫാമിലി, ആ ഫാമിലിയിലത്തെ ഒരു കുട്ടി അവിടെ താഴത്ത് വീണുട്ടോ. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് അപകടങ്ങളൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പൊന്മുടി ഡാമിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട്, ഒരു രക്ഷയില്ല കേട്ടോ. എന്തായാലും നമ്മളെ കുട്ടൻ കാരണമാണ് എനിക്കിതൊക്കെ കാണാൻ പറ്റിയത്. എനിക്ക് മാത്രമല്ല, എന്താ ബാക്കിയുള്ളവർക്കൊക്കെ കേട്ടോ. അങ്ങനെ അവിടുത്തെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ നേരെ പോയത് വ്യൂ പോയിന്റിലേക്കാട്ടോ. ഇതാണ് നമ്മളെ ലാസ്റ്റത്തെ സ്പോട്ട്. പക്ഷെ അടിപൊളി കേട്ടോ. ക്ലൈമറ്റും ഇതിൻ്റെ പൊന്നോ സ്വർഗ്ഗമാണോ എന്ന് തോന്നിപ്പോയിട്ടൊക്കെ. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ പിന്നെ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ തോന്നുമോ? ആരും കണ്ണു വെക്കേണ്ട. എന്നിട്ട് ഞങ്ങൾ അതൊക്കെ ആസ്വദിച്ച് നേരെ വീട്ടിൽ പോയിട്ടോ. വീട്ടിൽ പോയി നേരെ കുക്കിങ് തുടങ്ങിയിട്ടോ. പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.